എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പിശമ്പടി. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്ന വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ. ജ്യോതിഷം നോക്കുക, പൂജകൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ പിന്നെ വൈദ്യം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നത് ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ്. അതിലേറ്റവും അപ്പോൾ ഈ രുദ്രാക്ഷവും കാര്യങ്ങളൊക്കെ ഇട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണെന്ന്. പക്ഷേ ഇന്നത്തെ കാലങ്ങളിൽ ഏറ്റവും ഒരു അമൂല്യവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദാമ്പത്യ ജീവിതത്തിലെ പരാജയം. പല കുടുംബങ്ങളും പരാജയപ്പെട്ടു വരുമ്പോൾ അവർ നമ്മളെ അടുത്തേക്കാണ് വരിക, ജ്യോത്സ്യൻ്റെ അടുത്തേക്കാണ് വരിക, ഇല്ലെങ്കിൽ വൈദ്യപരമായിട്ടാണ് വരിക, അല്ലെങ്കിൽ പൂജാപരമായിട്ടാണ് വരുന്നത്. ആ വിഷയങ്ങൾ എന്താണെന്ന് അവരുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ പ്രശ്നം നമ്മളോട് പറയുമ്പോഴും ഉള്ള അതിന് പരിഹാരമാണ് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് രുദ്രാക്ഷം മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് ഇത്തരത്തിലുള്ള മോശമായ ചിന്ത അല്ലെങ്കിൽ കാര്യം എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും ഞാനൊരു വൈദ്യനായതുകൊണ്ടാണ് എന്ന് പ്രത്യേകം എടുത്ത് പറയണം. എന്താണ് കാര്യം എന്ന് വെച്ചാൽ, എല്ലാ ആളുകളും കുടുംബകലഹത്തിൻ്റെ പിന്നിൽ, ഭാര്യയുടെ സ്നേഹം കുറഞ്ഞതിൻ്റെ പിന്നിൽ, ഭർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞതിൻ്റെ പിന്നിൽ ജ്യോതിഷം നോക്കാനൊക്കെ വരുമ്പോൾ എന്താണ് വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദോഷങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ജീവിത പ്രതിസന്ധി പ്രശ്നങ്ങളാണ്. അതിൽ ഒന്നാമത് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതമാണ്. കാലങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറിയിട്ട് നമ്മൾ മാറിയിട്ടില്ല എന്നുള്ളതാണ് പലവരുടെയും പ്രശ്നം. എന്തിലും ആളുകൾക്ക് സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ അവനവൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ഇല്ലെങ്കിൽ ആ പരിശ്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഈഗോ, മോശക്കേട്, ഇത് പറയെങ്ങനെ, ഇതെങ്ങനെ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ മോശക്കേട് അല്ലെങ്കിൽ മോശമാണെന്നുള്ള ചിന്ത, ഇത് നമ്മുടെ പ്രശ്നങ്ങൾ മറ്റൊരാളിലൂടെയോ അല്ലെങ്കിൽ ഡോക്ടർ മുഖേനോ ചിന്തിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ അതൊരു നാണക്കേടല്ലേ, മോശമാണെന്നുള്ള ചിന്തയിലേക്ക് വരും തോറും ആ കുടുംബത്തിന് ഉള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധിയൊക്കെ വളരെയധികം കൂടി വരിക എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു പറയുകയാണ്, ഇന്നത്തെ കാലത്ത് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പരാജയമുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ചോദിക്കും, ലിംഗം ചുങ്ങിപ്പോയി, ലിംഗം വണ്ണം കുറഞ്ഞു, ലിംഗം നീളം കുറഞ്ഞു, അതിന് സമയക്കുറവുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്, വണ്ണം നീളമൊക്കെ ഉണ്ട് പക്ഷേ അവർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇതെന്താണ് എന്നുള്ളൊരു വൈദ്യൻ എന്ന നിലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് ലൈംഗികത, ചില ആൾക്കാർക്ക് ലിംഗം ഒരു ഇത്രയൊക്കെ നീളം ഉണ്ടെങ്കിലാണ് ഭാര്യയ്ക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നുള്ള ഒരു തോന്നലുണ്ട്. ലിംഗത്തിൻ്റെ നീളം, നല്ല നീളം 10 ഇഞ്ചും 12 ഇഞ്ചും ഒക്കെ നീളം ഉണ്ടെങ്കിലാണ് ഈ ഭാര്യയ്ക്ക് സുഖം കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നലുള്ള ആളുകളുണ്ട്. ആ ഒരു ധാരണ മാറ്റിപ്പിടിക്കുക. എന്താണെന്ന് വെച്ചാൽ, ലിംഗം കുറേ നീളം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഓരോ സ്ത്രീകൾക്കും ഓരോ തരത്തിലാണ് രതിമൂർച്ച വരിക. ചില ആളുകൾക്കൊക്കെ ഉമ്മ വയ്ക്കുമ്പോഴാവും, ചില ആൾക്കാർക്ക് കഴുത്തിൽ ഉമ്മ വയ്ക്കുമ്പോഴാവും, ചിലപ്പോൾ ചുണ്ടിൽ ഉമ്മ വയ്ക്കുമ്പോഴാവും, ചില ആളുകൾക്ക് ബ്രസ്റ്റുമ്മലാവാം, ചില ആൾക്ക് വയറുമ്മലാവാം, ചില ആൾക്കാർക്ക് യോനി ഓറൽ സെക്സ് ചെയ്യുമ്പോഴാവാം. നിങ്ങളുടെ പാർട്ട്ണർ ഏത് തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹം, അവർക്ക് ഇഷ്ടമെങ്കിൽ അത് പരസ്പരം ചെയ്തിട്ടാണ് ഇതിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കേണ്ടത്. അതല്ലാതെ നമ്മൾ മറ്റുള്ള ആളുകളുടെ ഇതൊക്കെ ഫോർമാലിറ്റീസ് ഇതിൻ്റെ ഉള്ളിൽ നിന്നും വിട്ടുകളയണം. ഇഴുകിച്ചേർന്ന ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ദാമ്പത്യ ജീവിതം ദൃഢമാവുള്ളൂ. ഈ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല ഒരു ആനന്ദം ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ അത് വ്യത്യസ്തമാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലൂടെയാണ് കിട്ടുള്ളൂ. അത് പരസ്പരം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആനന്ദം. സുഖം എന്നുള്ളത് താൽക്കാലികം, സന്തോഷം എന്നത് എന്നേക്കുമായിട്ടാണ്. സുഖം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചൂടുകാലത്ത് തണുവ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ല സുഖം കിട്ടി, അത് താൽക്കാലികമാണ്. അതുപോലെ തന്നെ നമുക്ക് മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം താൽക്കാലികമാണ്. അങ്ങനെ താൽക്കാലികമായിട്ട് കിട്ടുന്ന സുഖങ്ങളൊന്നും നമുക്ക് ജീവിതത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ എന്ന് വെച്ചാൽ ആ കാര്യങ്ങൾക്കനുസരിച്ച ഒരു സമാധാനം എന്ന് മാത്രം. സന്തോഷം എന്നുള്ളത് എന്നേക്കുമായിട്ട് ഉണ്ടാവേണ്ടതാണ്. ആ സന്തോഷം പല തരത്തിലാണ് ഉണ്ടാവുക. അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പോരായ്മക്കുറവ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷക്കുറവിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ അറിവും ബുദ്ധിയൊക്കെയുള്ള ആളുകളായിരിക്കും
നിങ്ങളെ ഒരു വിവരം കെട്ട ഒരാളായിട്ടല്ല പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ കഴിവുകളും ബുദ്ധികളൊക്കെ ഉണ്ടെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ അവനവൻ്റെ പ്രശ്നം അവനവന് പരിഹരിക്കാൻ പറ്റാതെ ആ സൊല്യൂഷനായിട്ടും കുടുംബകലഹമായിട്ടും ഇതിനെന്ത് പരിഹരിക്കാമെന്നുള്ളത് സ്ത്രീകളും പുരുഷന്മാരും ജ്യോത്സ്യപരമായിട്ട് നോക്കാൻ വൈദ്യപരമായിട്ട് നോക്കാൻ വരുന്നത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആ ഒരു സന്തോഷം ഉണ്ടാകുന്ന തരത്തിൽ വീട്ടിലെല്ലാവരും നിങ്ങളുടെ ആ ദാമ്പത്യ ജീവിതത്തിലെ പോരായ്മ പരിഹരിക്കുക. എല്ലാവരും മക്കളോടും കുടുംബപരമായിട്ട് സ്നേഹത്തിൽ നിൽക്കുമ്പോഴൊക്കെയാണ് ഈ സന്തോഷം എന്നുള്ളത് ഉണ്ടാവുക. ചില ആളുകൾ ഈ ലൈംഗിക ബലഹീനത വന്നു കഴിഞ്ഞാൽ ഭാര്യയിൽ നിന്നും കുറച്ചകന്ന് നിൽക്കും. കാരണം ചില അടുക്കും തോറും ബന്ധപ്പെടണ്ടേ എന്നുള്ളതാണ് ഇവരുടെ ഉള്ളിലുള്ള ഒരു സൊല്യൂഷൻ. ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണും, അതിന് മാറ്റി പിടിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിലും പരാജയം, സന്തോഷത്തിലും പരാജയം, സമാധാനത്തിലും പരാജയം, എല്ലാറ്റിനും പരാജയമാകുമ്പോൾ വിരക്തി എന്നൊരവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? മറ്റുള്ള സന്തോഷങ്ങൾ തേടി പോകും. അത് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടല്ല, മനസ്സുഖത്തിലേക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിലെ ഇറിറ്റേഷൻ കാരണം മറ്റൊരാളിൽ നിന്ന് സന്തോഷം കിട്ടുമ്പോൾ ആ സന്തോഷം വലുതായിട്ടാണ് മറ്റു ബന്ധങ്ങളിലേക്ക് കടക്കുന്നത്. അത് തകരാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് കുടുംബം പരാജയപ്പെട്ടിട്ട് വിളിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് എടുത്തു പറയാണ്. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ചികിത്സ എന്ന് പറയുന്നതും ഇപ്പോൾ ഒരു ഉദ്ധാരണ പ്രശ്നത്തിൽ ഉള്ള പരാജയം വരുമ്പോൾ ചികിത്സ എന്ന് പറയുന്നതും നിങ്ങൾക്ക് സമയം പിടിക്കും. താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോഴേക്കപ്പോൾ ഗുണം കിട്ടും, പിന്നീട് അത് ദോഷം ചെയ്യും. അപ്പോൾ ഒരു ഉദാഹരണമാണ് പ്രശ്നമെങ്കിൽ അതിൽ നമുക്ക് ലിംഗത്തിൽ ബ്ലോക്ക് ഉണ്ടാവാം, ബലക്കുറവ് ഉണ്ടാവാം, നാഡീഞരമ്പുകൾക്ക് തളർച്ച ഉണ്ടാവാം, അതുപോലെ തന്നെ ബലഹീനത എന്ന് പറയുന്ന ഒരവസ്ഥ അതുണ്ടാവാം. ഇതിനൊക്കെ നമ്മൾ പുറമെ പരട്ടുന്ന തൈലങ്ങളെ കൊണ്ടാണ് അത് പരിഹരിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് വാജീകരണാദി തൈലം നമ്മളെ സ്വന്തം പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ആമസോണിൽ കിട്ടും. വേണമെങ്കിൽ പോസ്റ്റ് വഴി അയച്ചു തരാം. 200 മില്ലിക്ക് 500 രൂപയാണ് വില. അത് നിങ്ങൾക്ക് പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ അത് നിങ്ങൾക്ക് പോസ്റ്റ് വഴി അയച്ചു തരാൻ പറ്റും. ലിങ്ക് ആമസോണിൽ നിന്നും വാങ്ങാം. ഈ ഫോട്ടോ ഇതായിരിക്കണം, നിങ്ങൾ പ്രത്യേകം നോക്കി മേടിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്കൊരു ബോട്ടിൽ ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവും. പക്ഷേ ഇത് നമുക്ക് ലിംഗത്തിന് പുറമെയുള്ള കാര്യങ്ങൾക്കാണ്. കാരണം ചില ചുങ്ങിപ്പോവാനും ബലഹീനതയൊക്കെ വരാനുള്ള നാഡീഞരമ്പുകളുടെ ശക്തിക്കുറവ് അതൊക്കെ പരിഹരിക്കാൻ നമുക്ക് തൈലം കൊണ്ട് പറ്റും. പക്ഷേ ഉദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സമയക്കുറവും ഈ ലിംഗത്തിലെ കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ ദീർഘസമയം എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പോൾ ദീർഘസമയത്തിനും കൂടി ഈ തൈലങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് പോഷകം തന്നെ വേണം. എന്താ വെച്ചാൽ നമ്മുടെ ശരീരം ക്ഷീണിക്കും. ഈ ഉദ്ധാരണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ അത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഈ കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്നു എന്ന് പറയും. അത് നമ്മളെ തോന്നലാണ്. അതുപോലെ തന്നെ ഈ എല്ല് തേയ്മാനം ഇപ്പോൾ വെറുതെ ഒന്ന് വിലങ്ങിയതാണ്, അപ്പോൾ മുട്ടിപ്പോൾ ഭയങ്കര വേദന പോണില്ല എന്ന് പറയും. പക്ഷേ ഈ എല്ല് തേയ്മാനം ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല. അതുപോലെ തന്നെയാണ് ഈ ഉദ്ധാരണ പ്രശ്നങ്ങളുടെ പ്രശ്നം. കാരണം വിവാഹം കഴിച്ച കാലങ്ങളിലൊക്കെ നമ്മൾ നല്ല രീതിയിലായിരുന്ന സമയത്ത്, പോഷകപരമായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് 3 നേരമൊക്കെ ബന്ധപ്പെട്ടിരുന്ന ആളുകൾ പിൻകാലത്ത് അത് 2 ദിവസത്തിൽ 1 നേരമായി, പിന്നെ അത് 2 ദിവസം കൂടുമ്പോഴായി, പിന്നെ 3 ദിവസം കൂടുമ്പോഴായി, ആഴ്ചയിലായി, മാസങ്ങളിലായി, പിന്നെ പറ്റാതെയായി, എണീക്കാതെയായി, അങ്ങനെയാണ്. ആ സമയത്താണ് നമുക്ക് വീക്കായി കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള പനിയോ മറ്റെന്തെങ്കിലും കഠിനാധ്വാനം കൊണ്ടോ മാനസിക സംഘർഷം കൊണ്ടോ ഒക്കെ ഇത് പെട്ടെന്നാണ്ട് വീക്കാവും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഈ ചുരുങ്ങി പോകും തോറും നമുക്ക് മനസ്സിന് ഇത് ബാധിക്കും. എന്താണ് ഇത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇപ്പോൾ ബന്ധപ്പെടാൻ പറ്റില്ലായിരിക്കുമോ എന്ന് നമ്മൾ ബന്ധപ്പെടാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകും. ആ തോന്നൽ നമുക്ക് എന്താണ് വീണ്ടും ഇതിനെ വീക്കാക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. കാരണം മനസ്സിൽ ചെല്ലുന്ന സമയത്ത് ശരിയാവില്ല എന്നുള്ളൊരു തോന്നലോട് കൂടി ചെയ്യുന്ന സമയത്ത് നമുക്കിത് തീരെ ശരിയാവില്ല. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു സെക്സ് ക്രൈസോ മൂഡോ തോന്നുന്ന സമയത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ഉദാഹരണമായിരിക്കും. പക്ഷേ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബന്ധപ്പെടാൻ പറ്റാത്തതിൻ്റെ കാര്യം തന്നെ എന്താണ്, ഈ മനസ്സിൽ ഇത് നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു കാര്യം മാറ്റി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പോഷകങ്ങൾ കഴിക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ മുട്ട, പാല്, ബദാം പരിപ്പ്, ഈത്തപ്പഴം ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇത് എപ്പോഴെങ്കിലും കഴിക്കില്ല, രാത്രി ഭക്ഷണശേഷം കിടക്കാൻ നേരത്ത് കഴിക്കുക. ഇപ്പോൾ 2 മുട്ടയും 1 നാഴി പാലും കുറച്ച് കാലം അടുപ്പിച്ച് കഴിച്ചാൽ ഇത് റിക്കവറായി വരും. മുട്ട കഴിച്ചാൽ മൂലക്കുരു,
പാല് കുടിച്ചാൽ കഫം കെട്ട്, കൊളസ്ട്രോള്, ഈത്തപ്പഴം കഴിച്ചാൽ ഷുഗർ, ബദാം പരിപ്പ് കഴിച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കൊടുന്നാൽ വീട്ടിൽ വെക്കാനും പറ്റില്ല, കാരണം എല്ലാവരും കൂടി തിന്നത് തീർന്നു ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിന് ധാതുപുഷ്ടി, ആ ഒരു എനർജി നമുക്ക് റിക്കവർ ആക്കാനുള്ള പോഷകം കിട്ടുന്ന ഫുഡ് സപ്ലിമെൻ്റ് ആണ് എന്താണ് ധാതുപുഷ്ടി ചൂർണം എന്ന് വെച്ചാൽ അമുക്കൂരം, നായ്ക്കൊണ്ടപ്പരിപ്പ്, ശതാവരിക്കിഴങ്ങ്, നിലപ്പനക്കിഴങ്ങ്, പാൽമുതിക്കും കിഴങ്ങ്, അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗത്തിൻ്റെയും പയർ വർഗ്ഗത്തിൻ്റെയും പൗഡറാണ് ഈ സാധനം. അത് കാർത്തിക ആയുർവേദിക്സിൻ്റെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, അത് ആമസോണിലുണ്ട്. നിങ്ങൾക്കത് വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചോളണമെന്നില്ല. മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ മുട്ടയും പാലും കഴിച്ചിട്ട് നിങ്ങളെ ആരോഗ്യം റിക്കവറാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ഇതൊന്നും പറ്റാത്ത ആളുകൾക്കാണെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ വേണം. കാരണം എന്താ വെച്ചാൽ മറ്റെന്തെങ്കിലും ഔഷധ സേവ വേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പൗഡർ എന്ന് പറഞ്ഞാൽ രാവിലെ ചുടുവെള്ളത്തിലും രാത്രി പാലിലും കലക്കി കുടിക്കാൻ വേണ്ടത്. തിളച്ച പാലിൽ കലക്കി വെക്കുക, ചൂടാറിയതിനു ശേഷം കഴിക്കുക. ഇത്രയും കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ 8ാമത്തെ സ്റ്റേജാണ് ബീജം എന്നുള്ളത്. ത്വക്ക്, ചർമ്മം, മാംസം, രക്തം, അസ്ഥി, മജ്ജ, മേജസ്, ശുക്ലം, ഈ ഇത്രയും കാര്യങ്ങൾ റിക്കവറായി വരണമെങ്കിൽ നമുക്കെന്താണ് ആരോഗ്യം തന്നെ എല്ലാ തരത്തിലും പുഷ്ടിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ പൗഡർ കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ലിനും ഇത്രയും കാര്യങ്ങൾ ത്വക്ക്, ചർമ്മം, മാംസം, രക്തം, അസ്ഥി, മജ്ജ, മേജസ്, ശുക്ലം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ആരോഗ്യത്തിന് യൗവന കാന്തി വർദ്ധിക്കും എന്നുള്ളതാണ്. ഈ യൗവനം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള പോഷകം, അപ്പോൾ വികാര സമയത്തിൻ്റെ ഉത്തേജനം ഉണ്ടാകുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ളൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് നായ്ക്കൊണ്ടപ്പരിപ്പുണ്ട്. നാഡീഞരമ്പുകൾക്ക് ഓജസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അശ്വഗന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ശതാവരി, നിലപ്പനക്കിഴങ്ങ്, ഇതൊക്കെ മൂത്രാശയപരമായിട്ടും ലിംഗത്തിനോടും ബന്ധപ്പെട്ട എല്ലാ ബീജത്തിൻ്റെയും കൗണ്ട്, മോട്ടിലിറ്റി എല്ലാം കൂട്ടുന്ന പൗഡറാണിത്. ആ ഓജസ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ 3 പാക്കറ്റ് മുതൽ 5 പാക്കറ്റ് വരെ എന്ന് വെച്ചാൽ ഒരു 1.5 കിലോനെങ്കിലും കുറഞ്ഞത് കഴിക്കുമ്പോഴാണ് നമുക്കിത് റിക്കവറായി വരുള്ളൂ. കാരണം ഈ ലൈംഗിക ഉദ്ധാരണം വീക്കാവുന്നത് തന്നെ നമുക്കെന്താണ് ഈ പോഷകം കുറഞ്ഞിട്ടാണ്. ഈ കുറഞ്ഞത് റിക്കവറായി അതിൻ്റെ മേലേക്ക് കടക്കുമ്പോഴാണ് ഇതിന് കരുത്തായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പോഷകമായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ അത് ഊർജ്ജമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എക്സസൈസും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതായി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുട്ടയും പാലൊക്കെ നല്ലോണം ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ടമാനം പോഷകം കഴിച്ചാൽ അത് കൊഴുപ്പായിട്ട് കിടക്കാതെ അതിനെ നമുക്ക് ഊർജ്ജമായിട്ട് നമ്മളിലേക്ക് വരണമെങ്കിൽ, ആരോഗ്യപരമായിട്ട് വരണമെങ്കിൽ അതിനനുസരിച്ച് വ്യായാമങ്ങളോ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള എക്സസൈസോ കാര്യങ്ങളോ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ കൊളസ്ട്രോളോ ബ്ലോക്കോ ഒക്കെ വന്നേക്കാം ഇന്നത്തെ കാലത്ത്. കാരണം കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് പോഷകങ്ങൾക്കും കൊഴുപ്പിനനുസരിച്ചിട്ടുള്ള ഈ വ്യായാമം ചെയ്യാത്തത് കൊണ്ടാണ് ഇത് ഊർജ്ജമായിട്ടും ആരോഗ്യമായിട്ടും മാറാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ കഴിച്ചിട്ട് നല്ല രീതിയിൽ എക്സസൈസും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകം നിർബന്ധമായിട്ടുള്ള കാര്യം. അതൊന്നും പറ്റാത്ത ആളുകളാണ് നമ്മൾ ഈ പോഷക ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കേണ്ടതുള്ളൂ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് റിക്കവറായി വരും എന്നുള്ളതും കൂടിയാണ്. അത് 1.5 കിലോനാണ് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞൊരളവ്. അത് ഏറ്റവും കുറഞ്ഞൊരു 3 പാക്കറ്റെങ്കിലും കഴിക്കുക. ഇത് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കോള് വിളിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും ആൾക്കാർ കോളാണ് ജ്യോതിഷം നോക്കുന്നതും ഓൺലൈൻ കൺസൾട്ടിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ വോയിസ് ആയിട്ട് അയക്കാം, ടൈപ്പ് ചെയ്തിട്ട് അയക്കാം. ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം. പൈസ തന്നെങ്കിൽ മാത്രമേ ഇത് അയച്ചു തരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാനുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും ജനങ്ങളെ കൊണ്ട് തിന്ന് തീർപ്പിക്കുക എന്നുള്ളൊരു പദ്ധതി ഇല്ല. ഒരു പ്രശ്നമായിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ മാത്രം അവർക്ക് കിട്ടാനുള്ളൊരു മാർഗം ചെയ്തു തരിക എന്ന് മാത്രമേ ഇതുള്ളൂ. ഒരാളെ നിർബന്ധിച്ച് ഇപ്പോൾ ഉദ്ധരിപ്പിച്ച് അയാളുടെ ജീവിതം അങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ കാശുണ്ടാക്കാനുള്ള ഒരു പദ്ധതിയല്ല. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വൈദ്യപരിശോധനയ്ക്ക് ഈ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ എന്ന് വെച്ചാൽ ഈ വീഡിയോ ഇടുന്ന ഇന്നത്തെ ദിവസം വരെ ഞാൻ ഫീസ് വാങ്ങാത്തതും സൗജന്യ സേവനം ചെയ്യുന്നതുമാണ്. 10% ഡിസ്കൗണ്ടിലാണ് നമ്മുടെ വൈദ്യശാല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് 300 മാർഗങ്ങളുണ്ട്. പക്ഷേ എന്നാൽ എനിക്കിതിൽ ലാഭമുണ്ട്. കാരണം ഈ സാധനം പ്രൊഡക്റ്റ് ചെയ്ത് നമ്മൾ ലാഭത്തിലാണ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങളെക്കൊണ്ട് COD ആയിട്ടോ പൈസ കൊടുത്ത് മേടിക്കാവുന്ന തരത്തിലോ എങ്ങനെയെങ്കിലും മേടിപ്പിക്കുന്ന പരിപാടി ഇല്ല. പൈസ തന്നെങ്കിൽ മാത്രം തരുള്ളൂ. അതൊരു പ്രത്യേക ഒരു രീതിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങാൻ കഴിക്കാം. 90% ആളുകൾക്കും വിജയവും ഫലവും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ കഴിച്ചാൽ തന്നെ പറയാൻ പറ്റുള്ളൂ.
അതാണ് മറ്റൊരു സത്യാവസ്ഥ. 100% എന്ന് പറഞ്ഞിട്ട് ലോകത്ത് ഒരു കാര്യങ്ങളുമില്ല. മരുന്നായിക്കോട്ടെ, മന്ത്രമായിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ലോകത്തിൽ എന്ത് മെഡിസിൻ ഉണ്ടോ ഒരാൾക്ക് വിജയിച്ചു എന്ന് കരുതിയിട്ട് മറ്റൊരാൾക്ക് ഇത് ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ള കാര്യം ഏത് പ്രൊഡക്റ്റിൻ്റെയും പിന്നിലത്തെ മറ്റൊരു സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കഴിച്ചാൽ സൈഡ് എഫക്റ്റോ റിയാക്ഷനോ ചൊറിച്ചലോ ഒന്നുമില്ല എന്നുള്ളതിൽ 100% അല്ല 1000% ഗ്യാരണ്ടിയാണ്. ഇതിന് കേടുവരാതിരിക്കുന്ന സോഡിയം ബെൻസോവേറ്റ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്ന മറ്റ് സാധനങ്ങളൊന്നും ഇതിലിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ നിർമ്മാണ രീതി. മറ്റൊരു തരത്തിൽ കംപ്ലൈൻ്റ് ഇല്ല എന്നുള്ളത് എൻ്റെ പൂർണ്ണ ഗ്യാരണ്ടിയാണ്. അത് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ കിഡ്നി, ലിവർ, ഹാർട്ട് പോയ ആൾക്കാരൊക്കെ കഴിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഫുഡ് സപ്ലിമെൻ്റ് ആണ്. മുരിങ്ങാക്കായയുടെ കുരുവിൻ്റെ പൊടി കഴിച്ചാൽ ക്രിയേറ്റിൻ കൂടുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ മറ്റൊരു തരത്തിലും ഈ പൊടി കഴിച്ചിട്ട് ഒരാൾക്ക് ഇതുവരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ലിവറിന് ഫാറ്റുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പാടുമോ, അത് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. കാരണം വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് മെല്ലെ മെല്ലെ ഇതിൻ്റെ പോഷകങ്ങൾ ശരീരത്തിൽ വന്ന് നമ്മുടെ കോശങ്ങളും നാഡീഞരമ്പുകളും പ്രവർത്തിച്ച് നമ്മുടെ മർമ്മ പ്രയോഗങ്ങൾ വന്നു. അതിലൂടെ നമുക്ക് ആണ് ഈ ഫലം കിട്ടുക. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നിലയ്ക്ക് ചെയ്യാം. ഇത് പറയാൻ കാരണം മരുന്നിൻ്റെ പ്രമോഷൻ മാത്രമല്ല, ദൈനംദിനം വിളിച്ചു വരുന്നത് വളരെ പ്രായമായിട്ടുള്ള ആളുകളിൽ എന്ന് വെച്ചാൽ 75 വയസ്സ് 80 വയസ്സ് പ്രായമുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാർ മരുന്ന് വാങ്ങാൻ വേണ്ടി നമ്മളോട് വന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വൈദ്യരെ മക്കളായി, എനിക്ക് യാതൊരു വക താല്പര്യമില്ല, അങ്ങനത്തെ ചിന്തയില്ല. പക്ഷേ ഭാര്യയ്ക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഭാര്യ എന്ന് പറയുന്നത് ഒരു സ്വഭാവദൂഷ്യത്തിൻ്റെ ഘടകമായിട്ടല്ല. അവർക്ക് സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ നല്ല പോഷകങ്ങളും മറ്റും കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ട അല്ലെങ്കിൽ വികാരമുണ്ടാവുന്ന എല്ലാ ഹോർമോൺസും പ്രവർത്തിക്കുമ്പോൾ ആ ക്രൈസ് അവരിൽ വരികയാണ്. അത് അവർ പ്രകടിപ്പിക്കുക അവരുടെ ഭർത്താക്കന്മാരോടാണ്. അത് പ്രായം എത്രയായാലും അവരതേ ഭർത്താവിനോടാണ് ആ സ്വാതന്ത്ര്യം കാണിക്കുക. ആ സ്വാതന്ത്ര്യം കാണിക്കുമ്പോൾ ഇവർക്ക് എന്താണ്, ഇവൾക്കിപ്പോൾ എന്നോട് സ്നേഹമല്ല, ഇവൾക്ക് ഇത് ബന്ധപ്പെടാത്ത കാരണം താല്പര്യമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പക്ഷെ പ്രായമായ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ നടക്കാൻ പറ്റായ്ക ഉണ്ടാവും, തരിപ്പ് ഉണ്ടാവും, മരവിപ്പ് ഉണ്ടാവും, കോച്ചിപ്പിടുത്തുണ്ടാവും, ലിവർ പോയിണ്ടാവും, പലതും കേടുകളുണ്ടാവും. പക്ഷേ ഈ പോഷക ഗുണം കൊണ്ട് പ്രവർത്തിക്കുന്ന വിചാരം എന്നുള്ളത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സൊല്യൂഷനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങളോട് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ പ്രായമായ ആളുകളിൽ ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പക്കാരിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുക. നമ്മുടെ സ്വാതന്ത്ര്യം ഭാര്യമാർ നമ്മളോട് കാണിക്കുന്നത് നമ്മളോട് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ പരാജയങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മൾ മറ്റുള്ള മദ്യപിച്ചും അതുപോലെ തന്നെ മറ്റുള്ള മാർഗങ്ങളിലൂടെ നമ്മളിതിന് സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുന്ന സമയത്ത് ജീവിതം വീണ്ടും മാനസികവും ശാരീരികവുമായിട്ട് പരാജയപ്പെടുക എന്നല്ലാതെ ഇതിന് മറ്റ് ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് 3 കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിതെടുത്ത് കാര്യങ്ങൾ പറയാൻ കാരണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.